മാഷെ, എനിക്കിവിടെ ആരും സംസാരിക്കാനില്ല. അവിടെ വീട്ടിലാണെങ്കിൽ ബോറടി. ആരും എന്നോട് സംസാരിക്കാൻ വരുന്നില്ല. എല്ലാവരുടെയും മുഖത്തും ഒടുക്കത്തെ ദുരൂഹത. രജനി ചേച്ചിയൊക്കെ എന്നെ കണ്ട ഒഴിഞ്ഞു മാറുന്നത് പോലെയാ. എന്റെ കല്യാണ ചെക്കനെ ആണെങ്കിൽ കാണാൻ കിട്ടുന്നതുമില്ല. കല്യാണ ചെക്കനോ? ആ, നന്ദൻ. നന്ദനെയാ ഞാൻ വിവാഹം കഴിക്കുന്നേ. ആണോ? ദാ കക്ഷി എന്നെ ഒന്ന് കെട്ടിയതാ. ഇനി കെട്ടുന്നത് രണ്ടാം കെട്ടാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പോ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തിനാ? അത് നന്ദൻ കൈവിട്ടു പോവെന്ന് പേടിച്ചാ. ആ, സത്യ. നന്ദനുമായിട്ടുള്ള വിവാഹം ഉടനെ ഉണ്ടാവും. ചിങ്ങത്തിൽ കല്യാണം നടക്കാൻ 99% സാധ്യത കാണുന്നു. സത്യം പറഞ്ഞാ കുറേ ദിവസമായി മനസ്സിനൊരു ചാഞ്ചാട്ടമായിരുന്നു. വേണോ വേണ്ടയോ, തിരിച്ച് ഡൽഹിക്ക് പോണോ, ബാക്കി ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചാലോ, അതോ സന്യാസ ജീവിതം ആയാലോ, അങ്ങനൊക്കെ. ഞാൻ സത്യ പറയുന്നത് കേട്ടോ. പ്രഭാന്റി നന്ദൻ എന്നോടുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് ദിവസവും പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ അയാള് നമ്മുടെ മനസ്സിൽ കയറുമല്ലോ. അങ്ങനെ നന്ദൻ എന്റെ മനസ്സ് കീഴടക്കി. അപ്പോ നന്ദൻ നേരത്തെ താലി കെട്ടിയെന്ന് പറഞ്ഞത്? അതൊക്കെ ഒരു നാടകം. അതിനെക്കുറിച്ച് കുറെ പറയാനുണ്ട്. എന്തായാലും ഇപ്പൊ എന്റെ മനസ്സിനകത്ത് നന്ദൻ മാത്ര. എന്തുപറ്റി? മാഷിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ഏയ്, ഒന്നുമില്ല. നന്ദന് വേണ്ടിയാ എന്റെ ഈ രണ്ടാം ജന്മം എന്നാ തോന്നുന്നേ. നന്ദന് വേണ്ടിയാ മാഷിനെ രക്ഷിച്ചേ. ആശുപത്രിയിൽ ആദ്യം ബോധം തെളിഞ്ഞപ്പോ എന്നെ രക്ഷിച്ച ആളോട് പക പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കെന്തോ കടപ്പാടൊക്കെ തോന്നി തുടങ്ങി. ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നന്ദനായിട്ടുള്ള വിവാഹം കൂടി ആയപ്പോ ആകെ സന്തോഷം. എന്റെ അച്ഛൻ ബലരാമൻ ഉടനെ എത്തും. അത് കഴിഞ്ഞ് കല്യാണ തീയതി ഉറപ്പിക്കും. എനിക്ക് വേറൊരു ഐഡിയയും കൂടെ ഉണ്ട്. എന്താ? അല്ല, അത് വർക്കൗട്ട് ആവാൻ കുറച്ച് പ്രയാസമായിരിക്കും. സംഗതി എന്താന്ന് വെച്ചാ, ഒരേ വേദിയിൽ 2 കല്യാണം. 2 കല്യാണം? രണ്ടാമത്തെ കല്യാണം ആരുടെയാ? ആങ്ങളുടെയും പെങ്ങളുടെയും വിവാഹം ഒരുമിച്ച് നടത്താന്നൊരു ചിന്തയുണ്ട്. നമ്മുടെ രജനി ചേച്ചിയുടെ. ചെക്കനെ ഞാൻ സജസ്റ്റ് ചെയ്തു. പക്ഷെ രജനി ചേച്ചിക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. വേറെ ആരുമല്ല, ഗിരീഷ് മാഷ. രജനി? പുള്ളിക്കാരിക്കിപ്പോ മാഷിനെ നന്നായിട്ടറിയാം. പക്ഷെ മാഷിന്റെ കാര്യം പറഞ്ഞപ്പോ മുഖം കടന്നൽ കുത്തിയതുപോലെ. പ്രഭാന്റിക്കും ഒട്ടും താല്പര്യമില്ല. രജനി ചേച്ചിയോട് ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ മാഷിനെ കാണാൻ ഇറങ്ങിയപ്പോ രജനി ചേച്ചി ഞാൻ വിളിച്ചതാ. ചമ്മലുകൊണ്ടായിരിക്കും വരാത്ത. എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ സൂപ്പർ ജോഡികളാ. മാഷിന് താല്പര്യമുണ്ടെങ്കിൽ പറയൂ, ഞാനൊന്ന് ശ്രമിക്കാം. ഒരേ മണ്ഡപത്തിൽ താലികെട്ട് നടത്തി നമുക്ക് ചെലവ് ലാഭിക്കാലോ. എന്നെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളല്ലേ. അപ്പോ മാഷിന് ഞാനൊരു ജീവിതം ഉണ്ടാക്കി തരണ്ടേ? പകരത്തിന് പകരം. വിട്ടുകളയണ്ട, ബെസ്റ്റ് ആലോചന. ബ്രോക്കർ ഫീസും തരണ്ട, ഒരു യെസ് മാത്രം കിട്ടിയാൽ മതി. ബാക്കി മീര ഏറ്റു.